എല്ലാം മരപ്പണിയാണ്, മരപ്പണി. ഹലോ ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അതെ, വിത്തൗട്ട് കിഡ്സ്. അപ്പം നമ്മളിന്നൊരു വാട്ടർ തീം പാർക്കിൽ വന്നിരിക്കുകയാണ്. അതെ, വാട്ടർ കൺട്രി USA എന്ന് പറയുന്ന വെർജീനിയയിലെ ഏറ്റവും വലിയ വാട്ടർ പാർക്കാണ്. അവിടെയാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ കുട്ടികളോട് വരുന്ന സമയത്ത് അവർ ഈ ബിഗ് റൈഡ്സിലൊന്നും കയറില്ല. സാധാരണ ചെറിയ ചെറിയ സാധനം എപ്പോഴും അങ്ങനെയാണ് കഴിഞ്ഞ് പോവുക ചെയ്യുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ രണ്ടുപേരും കൂടി ഒരു ദിവസം വരാമെന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഇവിടെയാണ് ലോക്കർ ഏരിയ. ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാം. ലോക്കറിന് റെൻ്റലിന് ചാർജ് ഉണ്ട്. $25 ഒരു ലോക്കർ ബോക്സിൻ്റെ ചാർജ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ റൈഡിൽ കയറാൻ പോവുകയാണ്. കൊളോസൽ കേൾ എന്ന് പറയുന്ന ആദ്യത്തെ റൈഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കൊളോസിയൽ കേൾ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു റൈഡ് കഴിഞ്ഞു. അതെ, ഞാൻ മൊത്തം നനഞ്ഞു, ഒന്നും നനഞ്ഞിട്ടില്ല. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ അടുത്ത റൈഡ് കയറാൻ പോവാണ്. അക്വാസോയിഡ് ആംപെട്ട്. നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്ഥലമാണ്. ഫുൾ മരങ്ങളും കാര്യങ്ങളും ഉള്ള സ്ഥലമാണ്. അത് ഇതിന്റെ കൂടെ തന്നെ അടുത്ത് തന്നെ വേറൊരു തീം പാർക്ക് ഉണ്ട്, ബുഷ് ഗാർഡൻസ് പറഞ്ഞിട്ട്. അതെ, അത് അമേരിക്കാസ് മോസ്റ്റ് ഗ്രീൻ തീം പാർക്ക് അങ്ങനെ എന്തോ ആണ്. ഏറ്റവും കൂടുതൽ ട്രീസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഓക്കെ, ഇതിന് 2 എക്സ്പീരിയൻസ് ആണ്. കിഡ്സ് എക്സ്പീരിയൻസ് വേറെ, നമ്മൾ മാത്രം വരുമ്പോഴേ നമുക്ക് ഈ അഡ്വഞ്ചർ സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അവർ വരുമ്പോൾ ഒരേ സെറ്റ് സാധനം ഉണ്ട്. ചെറിയ കുട്ടികൾക്കുള്ള കുറെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ മാത്രമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് വന്നത്. അതെ, നമ്മളിപ്പോൾ ഇത് എത്ര കൊല്ലം എടുത്താലും നമ്മൾ വന്നാലേ ഈ സാധനത്തിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അവർക്ക് പലതിലും പേടിയാണ്. അവരുടെ ഹൈറ്റോ ഒക്കെ ആണെങ്കിൽ പോലും ഈ ഹൈറ്റ്, അതായത് ഇതിന്റെ മുകളിൽ നിന്നാണ് അവർ താഴോട്ട് നോക്കണം. ഹൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പേടിയുണ്ട്. പിന്നെ ഇത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു വാട്ടർ തീം പാർക്ക് കുറച്ചുകൂടി കൊള്ളാൻ തോന്നുന്നു. പക്ഷെ അമ്യൂസ്മെന്റ് പാർക്കിൽ ശരിക്കും അത് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര സ്കെയർ ആയിരിക്കും. ഇരിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും അറിയില്ലല്ലോ. നമ്മളൊക്കെ ഞാൻ കണ്ണടച്ചായിരിക്കും, അതുകൊണ്ട് ഇരിക്കും, പക്ഷെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഒരു റൈഡിന്റെ പ്രത്യേകത പറയുന്നത് ഇത് മുഴുവൻ ഡാർക്കാണ്. അപ്പോൾ ഉള്ളിൽ ചെറിയ ലൈറ്റ്സ് ഉണ്ട്, അല്ലാതെ ഓപ്പൺ അല്ല. അതുകൊണ്ട് പിള്ളേർ തീരെയും വരില്ല. പിന്നെ ഇവിടെ US-ലുള്ള ഒരു മെയിൻ പ്രതിഭാസമാണ് എല്ലാ സാധനത്തിലും മരമാണ്. ഓക്കെ, ഇത് വേണം. ഇത്രയും വലിയ ജയന്റ് റൈഡിന്റെ പില്ലറൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ പില്ലറാണ്. ഫുൾ എല്ലാം മരപ്പണിയാണ്, മരപ്പണി. ഇത് മാത്രമല്ല, ഇവൻ വലിയ വലിയ റോളർ കോസ്റ്ററിന്റെ പില്ലർ പോലും മരത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ കയറാനുള്ള ആഗ്രഹം പോയി കിട്ടും. എല്ലാം മരമാണ്. ഹായ് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെയിറ്റിംഗ് നിൽക്കുവാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് കുറേ പൈപ്പും ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട്. വലിയ വലിയ ജയൻറ്റ് പൈപ്പ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ താഴെ കുറേ ലേഡീസിൻ്റെ തലയിലിടുന്ന ബണ്ണൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. എങ്ങനെ ഇവിടെ ഇത്രയും വണ്ണം വന്നു അറിഞ്ഞൂടാ. അല്ല, വാട്ടർ ഫിൽറ്ററിൽ ഫിൽറ്റർ ചെയ്തെടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ് റൈഡിന് വേണ്ടി. അതെ, അത് കഴിഞ്ഞാൽ നമ്മൾ പോവും. ഇപ്പോൾ ഇവിടുന്ന് മോളിൽ നല്ല വ്യൂ ആണ്. താഴെയുള്ള വീടുകളൊക്കെ കാണാം. ഇതിൻ്റെയൊക്കെ പില്ലറുകളുണ്ട്, എല്ലാം മരമാണ്. മരത്തിൻ്റെ കളിയാണ് ഇവിടെ. ട്യൂബ് അടുത്ത നമുക്ക് കയറാനുള്ള ട്യൂബ് ഇവിടെ വരുന്നുണ്ട്. Oh yeah. Right. Who wants to go backward? I don't want to. All right. Have fun, okay? Yeah, thank you.
പറഞ്ഞു നന്നാക്കി, അന്ന് പൊങ്ങിയിരുന്നു, അതുകൊണ്ട് നടുപിടിച്ചില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത റൈഡിൽ പോവാണ്. കട്ട് ബാക്ക് കോസ്റ്റർ, ബനാന റൈഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. And are recommended to wear a life vest. Rafts may accommodate up to 4 riders. Single riders are not permitted. Riders may not make direct eye contact while speaking to. ഇതിൽ ഓരോ റൈഡിനും കയറുന്ന ആൾക്കാരുടെ വെയിറ്റും ഹൈറ്റും ചെക്ക് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യാനുള്ള വെയിം ബാലൻസ് ആണ്, അതിന് മേലെ കയറിയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ തന്നെ ഹൈറ്റും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള മാത്രമേ അവർ കയറ്റി എടുത്തുള്ളൂ. വേണ്ട, പൊക്കി പിടിച്ചാൽ ഞാനും വെള്ളത്തിൽ പോകും. കഴിഞ്ഞ റൈഡിൽ ക്യാമറ കയ്യിൽ നിന്ന് പോയതുകൊണ്ട് വീഡിയോ ഒന്നും ക്ലിയർ ആയില്ല. ലൈഫ് ജാക്കറ്റുകളാണ് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്, പല സൈസിലുള്ള ലൈഫ് ജാക്കറ്റുകൾ. ഗാഡി ഫാൾസ് ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത്. കടകൾ ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ചെറിയൊരു കഫറ്റീരിയ, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. കുറെ കയറ്റം നടക്കാനുണ്ട്. അപ്പൊ നടന്ന് പോണം. ഇന്നത്തെ ഏതാണ്ട് കലോറീസ് മുഴുവൻ നടന്നു തന്നെ പോയി. അതെ, ഒരാഴ്ചക്കുള്ള കലോറീസ് തീരും. നല്ല ഓരോ റൈഡിന് കയറണമെങ്കിലും ഒരു 3 നില കെട്ടിടത്തിന്റെ പൊക്കത്തിൽ കയറി മുകളിൽ പോയി അവിടെ നിന്ന് താഴെ വന്ന് വീണ്ടും അടുത്ത റൈഡ് പോകണം, വീണ്ടും മുകളിൽ പോകണം. നല്ല കഷ്ടപ്പാടാണ്. അയ്യോ, കാണാനില്ല, അച്ഛനെ കാണാനില്ല. Your adventure on Riptide Race begins. കാലേ ഓക്കെ, അപ്പോൾ നമ്മൾ വേവ് പൂളിലെത്തിയിരിക്കുന്നത്. അവിടെ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു വേവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റ് കിട്ടുന്നത്. അത് 8 ഫീറ്റാണ് അതിൻ്റെ ഡെപ്ത്. പിന്നെ വേവും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. 9 ഫീറ്റാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ, 4, 3, 2, 1 നോക്കിയേ. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്ന സ്ഥലമാണ് ഹബ്ബ ഹൈവേ. ഒരു ഹൈവേയുടെ ടീമിലുണ്ടാക്കിയ റൈഡാണ്. ലേസി റിവർ പോലെ, അതായത് അധികം ബഹളമൊന്നുമില്ലാതെ ചുമ്മാ അങ്ങ് പോകുന്നൊരു റിവർ, അതിൻ്റെ സെറ്റപ്പിലുണ്ടാക്കിയ ഒരു റൈഡാണ്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസം അങ്ങനെ വാട്ടർ കൺട്രോളിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞു, നമ്മൾ ക്ഷീണിച്ചു. അപ്പോൾ ഇനി വീട്ടിൽ പോവാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പരിപാടി. അപ്പോൾ ബൈ ബൈ. അപ്പോൾ നമ്മളിവിടെ ഒരു ഐസ്ക്രീം വാങ്ങാനായിട്ടൊരു ഷോപ്പിൽ കയറിയതാണ്. അവിടെ കുറേ ഡെസേർട്ട്സും അതുപോലെ ക്യാൻഡീസ്, അതുപോലെ ആപ്പിളിൻ്റെ എല്ലാം കുറേ വെറൈറ്റി ആപ്പിളിൽ കുറേ എന്താ പറയുക, കാരമൽ ആപ്പിൾ, കാൻഡി ആപ്പിൾ, അങ്ങനെ കുറേ എന്താണ്ടോ ആപ്പിളൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ കുറേ വേറെയും കുറേ ഡെസേർട്ട്സ് നമ്മൾ കേട്ടിട്ടും കേൾക്കാത്തതുമായ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഡിപ്പിൻ ഐസ്ക്രീംസിലേക്കാണ് പോയത്. ഡിപ്പിൻ ഡോട്ട്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഐസ്ക്രീം ആണോ ചോദിച്ചാൽ ഐസ്ക്രീമാണ്, പക്ഷേ നോക്കിയാൽ ഐസ്ക്രീം പോലെ ഉണ്ടാവില്ല, ജസ്റ്റ് ഡോട്ട്സ് പോലെ ഉണ്ടാവും. സംഭവം അടിപൊളിയാണ്. അപ്പോൾ